എന്ത് പറയല്ലേ, നല്ലൊരു മനുഷ്യനായിരുന്നു. മോനെ അച്ചു, ജോലി വല്ലാണോ നിനക്ക് ഇതുവരെ? ഇല്ല. ഇന്ന് മരിച്ച ഭാസ്കരൻ ഇല്ലേ, അവൻ ജനിച്ച അന്ന് മുതൽ അവൻ PSC എഴുതുകയാണ്. ഇതുവരെ ജോലിയൊന്നും കിട്ടിയില്ല. ഞാനേ അവിടെ പോയിട്ട് കരഞ്ഞ് ഓളം ഉണ്ടായിടുക. അച്ചു, ജോലി വല്ല ആയോ നിനക്ക്? ഇല്ല, ലിസ്റ്റിലുണ്ട്. ഇതല്ലേ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നീ പറയുന്നത്. സുധാകര, നിന്റെ വായ്പ എന്ത് കേട്ടാ? അവ ഇപ്പൊ MA കഴിഞ്ഞ് പുറത്താ. എടേ, നിന്റെ കൂട്ടുകാരല്ലേ ഇപ്പൊ കെട്ടണത്? ഇനി അവര് കെട്ട് കഴിഞ്ഞ് അവർക്കൊരു കൊച്ചുണ്ടായി. ഇനി അവന്റെ കല്യാണത്തെങ്കിലും നിനക്ക് ജോലി കിട്ടുവോടെ അച്ചു? എനിക്കിപ്പൊ ചോദിക്കണ്ടേ, എനിക്ക് ജോലി കിട്ടിയില്ലേന്ന്? അതിനിപ്പോൾ ആരും ഇല്ലല്ലോ. 4 ആള് കൂടുന്നിടത്ത് നിന്നെ കിട്ടണം. എങ്കിലല്ലേ നാണം കെടുത്താൻ പറ്റൂ. ഞാൻ തന്നെ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഞാൻ തന്റെ അടുത്ത് പറഞ്ഞ എനിക്ക് ജോലിക്ക് എടുത്തന്റെ മോളെ ഞാൻ കല്യാണം കഴിക്കാന്നേ പറഞ്ഞ. മക്കളെ, അവളെ ഞാൻ 2 തവണ കെട്ടിച്ചുട്ടാണ്. 2 തവണയുള്ള റിവേഴ്സായി മക്കളെ. എന്തോന്ന് റിവേഴ്സ്? ഈ പിരിഞ്ച്. അല്ല, തന്റെ മോൻ എവിടെ ജോലി എന്ന് പറഞ്ഞത്? അവൻ MA കഴിഞ്ഞ് പുറത്തല്ലേ. MD അടിച്ചകത്താണ് മക്കളെ. സ്വന്തം മോനാ നേരെയാക്കാൻ പറ്റാത്ത താനാണ് നാട്ടിലുണ്ടാകുന്നത്. അടിച്ചോട്ടെ മനുഷ്യല്ല മക്കളെ, വെറുതെ ഇത്തവണ ക്ഷമിച്ചു വിടും. ഇനി മേലാൽ വഴി വെച്ചെന്നെ കാണും വല്ലതും ചോദിച്ചു. പ്രായമായ ഒരു മനുഷ്യനാണ് ഇമ്മാരി അടിയടിച്ചത്. ഇവനൊക്കെ എന്റെ മോനെ പോലെ നശിച്ചു പോകും. കണ്ണ, നിനക്ക് ജോലിയായടാ?